നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എത്രയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടും അപ്പോഴും കുറ്റബോധവും പേറി മുഖം കുനിച്ച് നിൽക്കുന്ന ഋഷിനെ നോക്കി അകലിൽ നിന്ന് ഗൗരി ആരുമറിയാതെ കരച്ചിലൊതുക്കി. അവനടുത്തേക്ക് ചെല്ലണമെന്നുണ്ട്. ഹൃദയം ഒരു ശാഠ്യത്തോടെ അതിന് നിർബന്ധം പിടിക്കുന്നുമുണ്ട്. പക്ഷേ ശൂന്യമായ ഏതോ ഒരു ശക്തി തനിക്കും അവനും മുന്നിൽ വലിയൊരു മതിൽ കെട്ടിപ്പടുത്ത പോലെ. അവനിറങ്ങി വന്ന മുതൽ ഗൗരിയുടെ കണ്ണുകൾ അനുസരണക്കേടുള്ള കുട്ടിയെ പോലെ ഋഷിനെ തന്നെ ചുറ്റിപ്പറ്റി തിരിയുന്നുണ്ട്. എത്രയൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും അതെല്ലാം ദയനീയമായി പരാജയപ്പെട്ടതോടെ ഗൗരി തീർത്ത് നിസ്സഹായാണ്. വെറുതെ പോലും അവൻ തന്നെയൊന്ന് അന്വേഷിച്ച് നോക്കുന്നില്ലല്ലോ എന്നവളുടെ ഹൃദയം പരിഭവം പറയുന്നുണ്ട്. അവനതിനു പറ്റിയൊരു അവസ്ഥയിലല്ലെന്നും അതേ മനസ്സ് ആശ്വാസം പകരുന്നുമുണ്ട്. എത്രയൊക്കെ അവഗണിച്ചാലും തന്റെ പ്രണയത്തെ പരിഹസിച്ചാലും മരണം വരെയും അവനിൽ നിന്നും തനിക്കൊരു മടക്കമില്ലെന്ന് കൂടി ഗൗരി ആ സമയം മനസ്സിലാക്കുകയായിരുന്നു. ഒരേ സമയം സന്തോഷവും സങ്കടവും നൽകുന്ന ഒരു തിരിച്ചറിവ്. ഒരാളിൽ നിന്നും തിരിഞ്ഞടക്കാൻ കഴിയാത്ത കാരണത്തെ സ്നേഹമെന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാണ്? തിരിച്ചു കിട്ടാത്തൊരു ദൂരേക്ക് അവൻ അകന്നു പോകുന്നുവെന്നൊരു ഭയം, വേവലാതി. താൻ അവന് വേണ്ടി വഴിമാറിക്കൊടുത്തവളാണെന്ന് കൂടി ഋഷിനെ കണ്ട മുതൽ ഗൗരി മറന്നുപോയിരുന്നു. അല്ലെങ്കിലും തിരിച്ചു കിട്ടില്ലെന്നുള്ള തിരിച്ചറിവ് തന്നെ ഒരു വിങ്ങലല്ലേ? സ്നേഹത്തിന്റെ ആഴമനുസരിച്ച് അതങ്ങനെ കൂടിക്കൂടി വരും. അതിനി കാലമായാലും മനുഷ്യനായാലും സ്നേഹമായാലും ഒക്കെ അങ്ങനെ തന്നെ. ഋഷിൻ ചെറിയാനെ ഗൗരിരാജൻ പ്രണയിക്കുകയായിരുന്നു. അല്ലാതെ വിട്ടിട്ട് പോയാലും അതേ ലാഘവത്തോടെ മറന്നു കളയാം. പ്രണയം അഭിനയിക്കലായിരുന്നില്ലല്ലോ. ഗൗരി വേദന സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴെല്ലാം അവളെ തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റി ഫിലിപ്പ് എന്ന ഏട്ടന്റെ തണലിൽ പഴയതെല്ലാം മറന്നു കളയാനും പുതിയ ഒരാളായി മാറാനുമുള്ള ഋഷിന്റെ പ്രയാണം അത് വിജയിക്കും. ഗൗരിക്ക് അത് ഉറപ്പുണ്ട്. കാരണം കൂടെയുള്ള സ്നേഹം കൊണ്ട് എതിരെയുള്ള ഏതൊരാളെയും കീഴ്പ്പെടുത്താൻ അറിയാവുന്ന മികച്ച പോരാളിയാണ്. അവന് കീഴിൽ ഋഷിൻ വിജയിക്കുമെന്ന് 100% ഉറപ്പുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം അവളെ നോവിക്കുന്നത് ആ കൂട്ടത്തിൽ അവൻ തന്നെയും മറന്നുകളയുമല്ലോ എന്നുള്ള ചിന്തയാണ്. മുന്നിൽ നടക്കുന്ന ആഘോഷങ്ങളൊന്നും തന്നെ ഗൗരിയുടെ ഉള്ളിൽ അലയൊലി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നില്ല. അവനെ കാണാതിരിക്കാൻ ശ്രമിച്ചതുപോലും മറക്കാനുള്ള എളുപ്പത്തിനാണ്. എന്നിട്ടോ ഓർമ്മിക്കാനും സ്നേഹിക്കാനും കൂടുതൽ ശ്രമിച്ചു എന്നതല്ലേ സത്യം. പലപ്പോഴും അപമാനിക്കപ്പെട്ട ഇടങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഏന്തി വലിഞ്ഞ് ഗതികേട് കൊണ്ട് കയറി ചെല്ലുന്ന ഒരു കോമാളിയുടെ വേഷം കൂടി ചെയ്യാറുണ്ട് സ്നേഹമെന്ന് ഗൗരി വേദനയോടെ ഓർത്തു. ഹൃദയത്തിലെ സമാധാനവും മുഖത്തെ പുഞ്ചിരിയും മായ്ച്ചു കളഞ്ഞൊരാൾ. ഋഷിനെ അതിലും മനോഹരമായി നിർവചിക്കാൻ ഗൗരിക്ക് അറിയില്ലായിരുന്നു. പോവാനിറങ്ങുമ്പോൾ മീര ഒരു കണ്ണീർ കടലായി മാറിയിരുന്നു. ക്രിസ്റ്റിയുടെ നെഞ്ചിൽ അള്ളിപ്പിടിച്ച് കിടന്ന് കരയുന്നവൾ കുന്നേലെ മുഴുവൻ ആളുകളുടെയും കണ്ണു നിറയിച്ചു. ദിലു പാത്തുവിന്റെ തോളിൽ ചാരിയിട്ട് കരച്ചിലാണ്. പാത്തുവിന്റെയും കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ട്. നേരത്തെ ഒരു ചിരിയോടെ അക്ഷമയോടെ ഫൈസി അവരുടെ അരികിൽ നിന്നു. ഏറി വന്ന ഒരു 15 മിനിറ്റ്. അത്രയും പോരെ മോളെ, ഇച്ചക്ക് നീയുള്ളടത്തേക്ക് ഓടിയെത്താൻ. പിന്നെ നിനത്രയും സങ്കടം തന്റെ മനസ്സിലെ നോവ് അവൾ അറിയാതിരിക്കാൻ പതിവ് ചിരിയോടെ ക്രിസ്റ്റി അവളുടെ മുഖം പിടിച്ചുയർത്തി കണ്ണു തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. സന്തോഷത്തോടെ യാത്ര പറയും. ഇവിടെ എല്ലാവർക്കും നിന്റെ ചിരിച്ച മുഖം കാണുന്ന ഇഷ്ടം. അവനവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞുവെങ്കിലും ഡെയ്സിയോടും മറിയാമ്മച്ചിയോടും യാത്ര പറയുമ്പോൾ മീര പിന്നെയും തേങ്ങി കരയുന്നുണ്ടായിരുന്നു. പാത്തുവിന്റെയും ദിലുവിന്റെയും കരയുന്ന മുഖം ഉള്ളിലൊരു സങ്കടം നൽകുന്നുണ്ടെങ്കിലും മീര ഇനി എങ്ങോട്ട് തനിക്കൊപ്പം തന്റെ കൂട്ടായി ഉണ്ടാവുമല്ലോ എന്ന ഓർമ്മ ഫറയുടെ ഉള്ളിലെ വലിയൊരു സന്തോഷമായി. അതേ സന്തോഷത്തിൽ തന്നെയാണ് അവൾ വീട്ടിലേക്ക് മടങ്ങിയതും. ആ സന്തോഷം ഫറയുടെ കണ്ണിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്നുമുണ്ട്. മതിയടാ, ഇനിയും കരഞ്ഞ അവൾക്ക് പോലെ അസുഖം വരും. നീ അവൾ വിളിച്ചുകൊണ്ട് പോകും. മീരയുടെ കരച്ചിൽ അസഹ്യമായത് ക്രിസ്റ്റി ഫൈസിയുടെ തോളിൽ തട്ടി. പാത്തുവിനെയും ദിലുവിനെയും ചേർത്ത് പിടിച്ച് കരയുന്നവളെ ഫൈസി അല്പം ബലം പിടിച്ചുകൊണ്ടാണ് മോചിപ്പിച്ച്. ക്രിസ്റ്റി തുറന്നു കൊടുത്ത ഡോറിലൂടെ മീര അകത്തേക്ക് കയറുമ്പോൾ മനഃപൂർവ്വം ക്രിസ്റ്റി അവളെ നോക്കിയില്ല. അവളാവട്ടെ അവരിൽ നിന്ന് നോട്ടം മാറ്റിയതുമില്ല. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിട്ട് ഫൈസി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഡോറിലൂടെ തല പുറത്തേക്കിട്ട് ഗേറ്റ് കടന്ന ആ കാറ് റോഡിലെത്തുവോളം മീര കണ്ണൊന്ന് ചിമ്മ കൂടി ചെയ്യാതെ പ്രിയപ്പെട്ടവരെ ആർത്തിയോടെ നോക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റിയുടെ ഇടവലവ് നിന്നിട്ട് പാത്തുന്നിലും കൈവീശി കാണിക്കുന്നുണ്ട്. അതുവരെ ഈ നിറഞ്ഞെന്ന ആരവും പൊടുന്നനെ ഒരു ശൂന്യതയിലേക്ക് കൂടുമാറിയതുപോലെ. അവൾ ഇറങ്ങിപ്പോയതോടെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പിന്നെ ആ പഴയ വൈബിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതുമില്ല. പാത്തുവിന്റെയും ദിലുവിന്റെയും കാര്യമായിരുന്നു ഏറെ കഷ്ടം. ചിറകുടിഞ്ഞ പക്ഷികളെപ്പോലെ രണ്ടും തപ്പിത്തടഞ്ഞു നടന്നു. മീരയും ഫൈസിയും പോയതോടെ പിന്നെ അങ്ങോട്ട് കുന്നേൽ യാത്ര പറച്ചിലുകളുടെ ബഹളമായിരുന്നു. കോളനിക്കാരും ഷാനിക്കയും ആര്യനുമെല്ലാം അപ്പോഴും തീരാത്ത തിരക്കുകളിലേക്ക് വീണ്ടും മൂളിയിട്ടു. മൂക്കുമുട്ട കഴിച്ചിട്ടും ബാക്കി വന്ന ഭക്ഷണം പൊതിഞ്ഞെടുക്കുന്ന തിരക്കിലാണ് ചില വിരുദ്ധന്മാർ. ഋഷിൻ ബഹളങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന പോലെ സ്വന്തം മുറിയിലേക്ക് പോയത് കണ്ടിട്ടും ഇനി കുറച്ചേരം അവൻ ഒറ്റയ്ക്കിരുന്നോട്ടെ എന്ന് കരുതി ക്രിസ്റ്റി അവനെ അവന്റെ വഴിയെ വിട്ടു.
ഇരുട്ട് വീണപ്പോഴായിരുന്നു പിന്നെ ആ തിരക്കൊന്നൊഴിഞ്ഞത്. ആളുകളെല്ലാം പിരിഞ്ഞുപോയിരുന്നു. എവിടെ ഒടിഞ്ഞു തൂങ്ങിയിരുന്ന പാത്തുവിനെ തേടി പിടിച്ച് യാത്ര പറഞ്ഞിട്ടാണ് സഫിയാത്തയും മഞ്ജു ചേച്ചി അവിടുന്ന് മടങ്ങിയത്. കല്യാണം ഉറപ്പിച്ച ദിവസം തന്നെ പാത്തു ക്രിസ്റ്റിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു അത്. അവളും ക്രിസ്റ്റി ഒരുമിച്ച് പോയാണ് രണ്ടുപേരെയും ക്ഷണിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചു പോയതിന്റെ എല്ലാ സന്തോഷത്തോടെയും കൂടി സഫിയാത്തയും മഞ്ജുവും കുടുംബത്തോടെ കുന്നേലെത്തി സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. തനിക്കൊരു ഉമ്മയും ഉപ്പയും കൂടി സ്വന്തമായി കിട്ടിയിരിക്കുന്നു. ഫൈസിയുടെ മുറിയിലേക്കായിരുന്ന ആദ്യ നിമിഷം തന്നെ മീരയുടെ കണ്ണു നിറഞ്ഞ ആ ഓർമ്മ കൊണ്ടുള്ള സന്തോഷത്തിലാണ്. വീട്ടുകാരല്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ. വന്നവരെല്ലാം തന്നെ യാത്ര പറഞ്ഞു പോയതുകൊണ്ട് മീരയ്ക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അവിടെയുള്ളവരെല്ലാം ഹൃദയത്തിലേറ്റിയ പ്രിയപ്പെട്ടവരാണ്. അവരിൽ ഒരാളല്ല താനെന്ന് തോന്നുന്ന യാതൊരു പെരുമാറ്റവുമില്ല. എൻ്റെ മകൾ തനിച്ചായി പോകുമെന്നുള്ള ഭയത്തോടെ ആയുസ് നീട്ടിക്കിട്ടാൻ ദൈവത്തിനോട് കരഞ്ഞു വിളിച്ച ഒരമ്മയുടെ മകൾക്കിന്ന് ഒരുപാട് ബന്ധങ്ങളായമ്മേ. ശാരിയുടെ ഓർമ്മയിൽ മീരയൊന്ന് വിതുമ്പി. അമ്മ വേണമായിരുന്നു. അന്നത്തെ ദിവസം മുഴുവൻ അവൾ അനേകം പ്രാവശ്യം ആഗ്രഹിച്ചു പോയൊരു കാര്യം അത് മാത്രമായിരുന്നു. അത് നടത്തിത്തരാൻ ആരെക്കൊണ്ടും സാധിക്കില്ലെന്നറിഞ്ഞിട്ടും അവൾ ഏറെ കൊതിച്ചു പോയൊരു സാന്നിധ്യം അമ്മയുടേതായിരുന്നു. എത്ര കണ്ടാലും അനുഭവിച്ചാലും കൊതി തീരാത്തൊരു അമ്മക്കടൽ. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് മീര തിരിഞ്ഞു നോക്കിയത്. ഫൈസിയാണ്. ഭക്ഷണം കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവൻ വന്നോളൂ, മോള് മുറിയിലേക്ക് ചെന്നോളൂ, നല്ല ക്ഷീണമുണ്ട് മുഖത്ത് എന്ന് പറഞ്ഞ് ആയിഷുമ മീരയെ ഫൈസിയുടെ മുറിയിലാക്കാൻ ഫറയെ ഏൽപ്പിച്ച് വിട്ടതാണ്. എന്തിനാ കരയുന്നേ? ചിരിയോടെ വാതിലടച്ച് തിരിഞ്ഞ ഫൈസി കവിളിൽ കണ്ണീരൊലിപ്പിച്ച് പാടോടെ നിൽക്കുന്ന മീരയെ കണ്ടതും മങ്ങിയ മുഖത്തോടെ ചോദിച്ചു. അപ്പോഴാണ് മീര അത് ഓർക്കുന്നത് തന്നെ. അവനിൽ നിന്നും തിരിഞ്ഞു നിന്നിട്ട് അവൾ ധൃതിയിൽ കവിൾ തുടച്ചു. ഇവിടെ ഒട്ടും പറ്റുന്നില്ല മീരെ? പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് ഫൈസി ചോദിച്ച വേദനയോടെയാണെന്ന് മീരയ്ക്ക് മനസ്സിലായി. അല്ല, അതല്ല. അവൾ വെപ്രാളത്തോടെ അവനെ നേരെ തിരിയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ? ഈ കണ്ണിന് നിറയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിന്റെ ഇച്ഛ എൻ്റെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങിയതാ. ഇന്നുവരെ അവനെ ഞാൻ ചതിച്ചിട്ടില്ല, ഇനിയോട്ട് ചെയ്യേയില്ല. മീരയുടെ കണ്ണിലേക്ക് നോക്കിയാണ് ഫൈസി അത് പറഞ്ഞത്. പറയ്, നിനാപ്പ ഈ കണ്ണ് നിറഞ്ഞ്? മീരയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് ഫൈസി ചോദ്യം ആവർത്തിച്ചു. ഞാൻ മീര വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി. അമ്മയെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ആർദ്രമായവന്റെ ചോദ്യം. അതേന്ന് മീര തലയാട്ടുമ്പോൾ കണ്ണീർ കണങ്ങൾ കവിളിലേക്ക് ചാടി. ആന്റി കാണുന്നുണ്ടാവും മീര. ആന്റിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവില്ലേ ഇപ്പോ? ഫൈസി അവളുടെ കണ്ണീർ തുടച്ചു കളഞ്ഞു. മീര അവനെ നോക്കി മൂളി. നീ കരയുന്ന ആന്റിക്കും സങ്കടമല്ലേ? ഒരാഴ്ച മുഴുവൻ നീ കരയാതിരിക്കാൻ സ്വയം കരഞ്ഞു തീർന്നല്ലേ? ഫൈസി അവളുടെ പിടി ഒന്നുകൂടെ മുറുക്കി. അപ്പ അമ്മയുടെ ഓർമ്മകൾ നിനക്ക് കരയാനുള്ളതല്ല പെണ്ണെ, കരുത്താവണം. കാരണം നീ കരുത്തുള്ള ഒരു അമ്മയുടെ മകളാണ്. ഫൈസി അവൾ ആഞ്ഞൊന്ന് പുണർന്നു. ആ മനസ്സിലെ സംഘർഷമൊഴിവോളം അവനെങ്ങനെ അവളെ വിടാതെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. ഓക്കെ ആയോ? ഇത്തിരി നേരം കഴിഞ്ഞ് അവളുടെ മുഖം തന്നെ നെഞ്ചിൽ നിന്നും പിടിച്ചുയർത്തിക്കൊണ്ടവൻ പതിയെ നനുത്തൊരു ചിരിയോടെ ചോദിച്ചു. മീരയും അതേന്ന് ചിരിയോടെ തലയാട്ടി. അല്ലോ, ഞാൻ പേടിച്ചു പോയി. അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനെന്ന് ചോദിക്കും മീര? ഒന്നും മിണ്ടാൽക്കുന്ന മീരെ വീണ്ടും ഇടുപ്പിലൂടെ കൈയിട്ട് പിടിച്ച് തന്നിലേക്ക് ചേർത്തിർത്തിക്കൊണ്ട് ഫൈസി കുറുമ്പോടെ ആവശ്യപ്പെട്ടു. അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ അവന്റെ കണ്ണിലേക്ക് നോക്കി. നിനക്കറിയണ്ടേ? ഫൈസി അവളുടെ നേരെ നോക്കി ചിരിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു. മീര മൂളുമ്പോഴും കുനിഞ്ഞുപോയ ആ മുഖം ഫൈസി വിരൽത്തുമ്പുകൊണ്ട് ഉയർത്തി. ആറ്റുനോറ്റ് ഞാൻ കാത്തിരുന്ന ഈ നിമിഷങ്ങളെ നിന്റെ കണ്ണുനീർ വിഴുങ്ങി കളയുവോന്ന്. അവന്റെ മുഖത്തുള്ള കള്ളത്തരം മീര പതറി തുടങ്ങിയിരുന്നു ആ നോട്ടത്തിൽ. ഹാപ്പിയല്ലേ? ഫൈസി അവളുടെ മൂക്കിൻ തൊപ്പിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. മീര തലയാട്ടി. പിന്നെന്താ ഈ മുഖം ഇങ്ങനെ? അവൻ വീണ്ടും അവളുടെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. പേടിയുണ്ടോ? കിടക്കയിലേക്ക് ഇരുന്നുകൊണ്ട് ഫൈസി അവളെ അവനൊപ്പം പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. കുഞ്ഞൊരു ചിരിയോടെ അവന്റെ കണ്ണിലേക്ക് അവൾ നോക്കി. തനിക്ക് വേണ്ടി തുടിക്കുന്ന ഒരു കടൽ അവൾ ആ കണ്ണിൽ കാണുന്നുണ്ടായിരുന്നു. ഓ, മറന്നുപോയി. സ്വയം നെറ്റിയിൽ തട്ടിക്കൊണ്ട് ഫൈസി എഴുന്നേറ്റ് പാനിന്റെ പോകൽ കൈയിട്ടു. മീര നെറ്റി വിളിച്ചുകൊണ്ട് അവനെ നോക്കി. ചെറിയൊരു സിന്ദൂര ചെപ്പ്. മീരയുടെ കണ്ണുകൾ തിളങ്ങി. ഇത് വാങ്ങിക്കാൻ പോയതായിരുന്നു? അവൾ അതിശയത്തോടെ ചോദിച്ചു. എനിക്കെന്റെ പെണ്ണിനെ സിന്ദൂരണിഞ്ഞ് കാണാനൊരു കൊതി. കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ട് ഫൈസി ആ ചെപ്പ് അവൾക്ക് നേരെ നീട്ടി. ഇങ്ങനെയല്ല, ഇത് അണിയിച്ചേരേണ്ടതാ. ഈ പ്രാവശ്യം അവൾക്കും ചെറിയൊരു കുറുമ്പുണ്ടായിരുന്നു. അങ്ങനെയാണോ? എന്നാ ശരി, ചെയ്തേക്കാം. ഫൈസി ആ ചെപ്പിന്റെ മൂടി തുറന്നു. ആ വിരൽ കൊണ്ടല്ല, ചൂണ്ടുവിരൽ കൊണ്ടത് പകർത്തിയെടുക്കാൻ തുടങ്ങിയവനെ മീര തടഞ്ഞു. അവന്റെ പെരുവിരൽ തൊട്ട് കാണിച്ചു കൊടുത്തു മീര.
നനുത്തൊരു ചിരിയോടെ നിർവൃതിയോടെ ഫൈസിയയുടെ നെറുകിൽ സിന്ദൂരം അണിയിച്ചു. എന്നും എപ്പോഴും ഈ ചിരിയോടെ എനിക്ക് കാണാൻ കഴിയണം ഈ മുഖം. അവളുടെ 2 കവിളിലും കൈ ചേർത്ത് വെച്ചുകൊണ്ട് നെറ്റിയിൽ ചുണ്ടിയേർത്തു. മീര വിറച്ചുപോയി. പേടിക്കണ്ട, നിന്റെ മനസ്സെന്നെ കൊതിക്കുവോളം ഞാൻ കാത്തിരിക്കാൻ റെഡിയാണ്. ആ വിറയിൽ അറിഞ്ഞതുപോലെ ഫൈസി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ബാ, എനിക്കൊത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഫൈസി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കയിലേക്ക് ഇരുന്നു. തമ്മിലറിയാനുള്ള ആദ്യ ദിനം. അതവർ മനസ്സ് തുറന്ന് നിറഞ്ഞുകൊണ്ട് അന്നത്തെ പുലർച്ചെയായപ്പോഴാണ് അവർ ഉറങ്ങിയത്. നിന്റെ ഋഷിയേട്ടനെ കാണുന്നില്ലല്ലോ? ഗൗരിയുടെ നേരെ നോക്കിയൊരു ചിരിയോടെ ക്രിസ്റ്റി ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ മുഖം കുനിച്ച് കളഞ്ഞു. എങ്കിലും നിന്റെ ഋഷിയേട്ടൻ എന്ന വാക്കിൽ ഉടഞ്ഞു പോയൊരു മനസ്സ് അവൾക്കുള്ളിൽ പിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും പോയിട്ട് ഏറ്റവും അവസാനമാണ് ഗൗരി അവളുടെ ആൾക്കാരും പോവാനിറങ്ങിയത്. ആത്മാർത്ഥതയോടെ തുടക്കം മുതൽ ഒടുക്കം വരെ അവിടെ നടന്ന എല്ലാത്തിലും അവരുടേതായ സാന്നിധ്യമുണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഒരു ആഘോഷം പോലെ ഒട്ടും മലമ്പുണ്ടാക്കാതെ ക്രിസ്റ്റിയോടുള്ള മുഴുവൻ സ്നേഹത്തിനോടും അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തിക്കൊണ്ടവർ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ താനൊരു നന്ദി വാക്ക് പറയുന്ന പോലും അവരുടെ സേവനത്തെ പൂജിച്ചുവെന്നൊരു തോന്നലുണ്ടാക്കരുതെന്ന് ക്രിസ്റ്റിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മറക്കില്ല ഞാനൊരിക്കലും. കാരണം നിങ്ങളുടെ സഹായം ഇന്നത്തെ ദിവസം എൻ്റെ വളരെ വലിയൊരു ആശ്വാസമായിരുന്നു. അവർക്ക് മുന്നിൽ പോയി നിന്നിട്ട് ക്രിസ്റ്റി പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടാനില്ലെന്ന പോലെ അവരുടെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു. വിഷമിക്കണ്ട, വൈകാതെ അവൻ നിന്നെ നിന്റെ സ്നേഹത്തെ മനസ്സിലാക്കും, എനിക്ക് ഉറപ്പുണ്ട്. പോകും മുന്നേ ഗൗരിയുടെ പിടയുന്ന മനസ്സറിഞ്ഞ പോലെ ക്രിസ്റ്റി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വാസം പകർന്നു. തലേന്ന് മുതലുള്ള ക്ഷീണവും മീരയുടെ അഭാവം സൃഷ്ടിച്ച വിങ്ങലും കൊണ്ടാവാം പതിവിൽ നേരത്തെ കുന്നയിലുള്ളവരെല്ലാം കയറി കിടന്നിരുന്നു. ഷാനവാസികളിൽ ഈ രാത്രിയിലെ ഭക്ഷണം കൂടി കഴിഞ്ഞതും മടങ്ങിപ്പോയിരുന്നു. ആസിയമ്മയുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരോട് പോവരുതെന്ന് പറയാനും വയ്യ. ക്രിസ്റ്റി എല്ലാവരെയും പിരിച്ചുവിട്ടി ചെല്ലുമ്പോൾ ഹാളിൽ മാത്രമേ വെളിച്ചമുള്ളൂ. അത് ഓഫ് ചെയ്തുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി. ഋഷിന്റെ മുറിയിൽ വെളിച്ചമുണ്ട്. ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ ക്രിസ്റ്റി അവന്റെ മുറിയുടെ നേരെ നടന്നു. വാതിൽ വെറുതെ ഒന്ന് മുട്ടിയ ശേഷമാണ് ക്രിസ്റ്റി അത് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറിയത്. കിടക്കയിൽ തല കൈകൾ കൊണ്ട് താങ്ങി കുനിഞ്ഞിരിപ്പുണ്ടായിരുന്ന ഋഷിൻ ക്രിസ്റ്റിയുടെ സാന്നിധ്യം അറിഞ്ഞത് മുഖമുയർത്തി നോക്കി. ആഹ്, നീ പോയില്ലേ ഇനി? അവന് നേരെ മുന്നിലേക്ക് നിന്നിട്ട് ക്രിസ്റ്റി ചോദിക്കുമ്പോൾ ഋഷിൻ മുഖമുയർത്തി നോക്കിയത് കൂടിയില്ല. ഞാൻ കരുതി കാണാഞ്ഞപ്പോൾ നീ യാത്ര പോലും പറയാതെ മുങ്ങിയെന്ന്. ക്രിസ്റ്റി കുറച്ചുകൂടി അവന്റെ അരികിലേക്ക് നീങ്ങുന്നുകൊണ്ട് പറഞ്ഞു. പോവാൻ തോന്നുന്നില്ല അല്ലേടാ? നേർത്തൊരു ചിരിയോട് ആർദ്രമായിരുന്നു അവന്റെ ചോദ്യം. ഋഷിനൊന്നും മിണ്ടാതെ അവന്റെ നേരെ നോക്കി. തോന്നില്ല, എനിക്കറിയാം. ക്രിസ്റ്റി അവന്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. സ്നേഹത്തിന് ദേഷ്യത്തിനേക്കാൾ പവറുണ്ട് ഋഷു. അത്ര പെട്ടെന്നൊന്നും നമ്മൾക്കത് വിട്ടിട്ട് പോകാൻ കഴിയില്ലടാ. ഋഷിൻ അവനെ നേരെ തന്നെ സൂക്ഷിച്ച് നോക്കി. എവിടെയും പോകണ്ട, നമ്മളിനി ഒരുമിച്ച് മതി. നിഴല് പോലെ വേണം നീ ഇനി എനിക്കൊപ്പം. ഋഷിനെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. തിരിഞ്ഞു നിന്നിട്ട് ഋഷിൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പോയിരുന്നു ആ നിമിഷം. ഇനി അങ്ങോട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചോടാൻ ക്രിസ്റ്റിക്ക് വാക്കു കൊടുക്കുന്നുണ്ടായിരുന്നു പലവട്ടം. 2 ദിവസം കൊണ്ട് തന്നെ മീരിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടെന്ന് പാത്തു ക്രിസ്റ്റിയോട് സ്വകാര്യം പറഞ്ഞു. ശരിയാണ്, ഫൈസിയോട് ചേർന്നിരുന്ന എന്തോ കളി പറഞ്ഞ് ചിരിക്കുന്നവരുടെ പ്രകാശം നിറഞ്ഞ മുഖം അവനിൽ വല്ലാത്തൊരു തണുപ്പ് നിറച്ചു. ഫൈസിയുടെ വീട്ടിലായിരുന്നു അവരെല്ലാം. കുന്നേലുള്ള എല്ലാവർക്കും അന്ന് അവിടെയായിരുന്നു വിരുന്ന്. ക്രിസ്റ്റിയെ കണ്ടപ്പോൾ തന്നെ മീര അതുവരെ അനുഭവിച്ചിരുന്ന ശ്വാസമുട്ടൽ അവസാനിച്ചുവെന്ന് ഫൈസിക്ക് തോന്നിയിരുന്നു. പരമാവധി ആ വീടുമായിട്ട് ഇഴുകിച്ചേരാൻ ശ്രമിക്കുമ്പോഴും ക്രിസ്റ്റിയുടെയോ കുന്നേൽ വീടിന്റെയോ കാര്യം ഓർത്താൽ തന്നെ അണഞ്ഞു പോകുന്നൊരു വിളക്കാണ് അവൾ എന്നുള്ളത് ഫൈസിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. ഇച്ചയെ കാണാൻ പോണേ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് ഫൈസി 1-2 പ്രാവശ്യം ഓർമ്മിപ്പിച്ചിട്ടും അവൾ അതിനൊരുങ്ങിയില്ല. ഒടുവിലൊട്ടും പ്രതീക്ഷിക്കാതെ കുന്നേലുള്ളവരെല്ലാം കൂട്ടി ക്രിസ്റ്റി വന്നിറങ്ങുമ്പോൾ അന്നിറങ്ങിപ്പോന്നപ്പോഴുള്ള അതേ കരച്ചിലോടെ മീര അവനെ ചുറ്റിപ്പിടിച്ചു. വന്നപ്പോൾ ആദ്യം അവരെ ഗൗനിച്ചില്ലെന്ന് പറഞ്ഞിട്ട് പിണങ്ങി നടന്ന പാത്തുവിനെയും ദിലുവിന്റെയും പിറകെ നടന്ന് കൊഞ്ചിക്കൊണ്ട് പെണ്ണ് വശത്താക്കി. ഫറ കൂടി ചേർന്നോട് അവരുടെ ടീം പഴയ പോലെ കെട്ടുറപ്പുള്ളതായി. ഇതെന്താണ്, ഈ പായന്റെ തൂക്കിനിയും പോയില്ലേ? മനസ്സിലോടെ ക്രിസ്റ്റി വിളിച്ചുകൊണ്ട് മാത്രം ഫൈസിയുടെ വീട്ടിലേക്ക് വന്ന ഋഷിനെ നോക്കി മുഹമ്മദ് ചോദിച്ചു. അയാളെ നേരിടാൻ കരുത്തില്ലാത്ത പോലെ അവനപ്പോഴും മുഖം കുരിച്ചു. എല്ലാവരും എല്ലാം മറന്നു, പൊറത്തു. ഇനി നീയായിട്ട് ഈ കുനിഞ്ഞ മുഖത്തോടെ അതൊന്നും ആരെയും ഓർമ്മിക്കലേടാ മോനെ. നിനക്ക് പറ്റിയൊരബദ്ധം. അതിപ്പോഴുള്ള നിന്റെ മാറ്റത്തോടെ ഞങ്ങളെല്ലാം തന്നെ മറന്നും കളഞ്ഞു. നിന്നെ ഇപ്പം ഞങ്ങളൊരാളായിട്ട് അംഗീകരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാന്ന് എനിക്ക് വേണ്ടാത്ത കുറ്റബോധം? വിട്ടുകളയടാ. മുഹമ്മദ് അവനെ തോൾ തട്ടി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഫൈസിയോടെന്തോ പറഞ്ഞിരിക്കുന്ന ക്രിസ്റ്റിയുടെ നേരെ ഋഷിന്റെ കണ്ണുകൾ പാളി. ആ ചിരിയിലേക്ക് നോക്കുമ്പോഴേക്കും തന്നെ പൊതിഞ്ഞു നിരുന്ന അസ്വസ്ഥതയുടെ കരിമ്പണം പൊഴിഞ്ഞു വീഴുന്നുണ്ടെന്ന് അവനൊരിക്കൽ കൂടി മനസ്സിലായി.
ഷാനവാസിനെയും ലില്ലിയെയും കൂടി അങ്ങോട്ട് വിളിച്ചു വരുത്തി അവരെല്ലാം ഒരുമിച്ചിരുന്ന അന്നത്തെ ദിവസം കൂടി ഓർത്തു വെക്കാനുള്ളതാക്കിയാണ് അവർ തിരികെ മടങ്ങിയത്. പിറ്റേന്ന് തന്നെ മീരയും ഫൈസയും കുന്നേലെ വിരുന്നിലേക്ക് വിളിക്കാനും മറന്നില്ല. അവർ എത്ര പെട്ടെന്നാ സെറ്റായത്. ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നപ്പോ ഞാൻ കരുതി ആകെ അലമ്പാവുന്നു. തിരികെ വണ്ടി ഓടിക്കുന്നതിനിടെ ക്രിസ്റ്റി അവരോടെല്ലാമായി പറഞ്ഞു, ആ ഫൈസി മെഡിക്കനാ, നിന്നെ പോലെ സ്കൂളിൽ പോണ പ്രായത്തിൽ പെണ്ണിട്ടില്ലല്ലോ, അതിന്റെ പക്വത അവന്റെ കാര്യത്തിൽ ഉണ്ടാവാതിരിക്കില്ലല്ലോ. തീർത്തും മൗനം നിറഞ്ഞ ആ സമയം മറിയാമ്മച്ചി കിട്ടിയ അവസരത്തിൽ ഒരു കൊട്ടുകൊടുത്തു. അവരെല്ലാം ഉറക്കെ ചിരിച്ചുപോയി. ഓ, നിങ്ങൾക്കല്ലേലും ഞാൻ മാത്രമാണല്ലോ ഈ ലോകത്ത് കൊള്ളരുതാത്തവൻ. ക്രിസ്റ്റി മുഖം കൂട്ടിക്കൊണ്ട് മറിയാമ്മച്ചിയെ നോക്കി. ഞാനുള്ളത് പറഞ്ഞു. മറിയാമ്മച്ചിയും വിട്ടുകൊടുത്തില്ല. പാത്തുവിനും ദിലുവിനൊപ്പം ബാക്ക് സീറ്റിലാണ് ഋഷിയും കയറിയത്. അവനാൽ പകലമിട്ടിരിക്കാൻ ശ്രമിച്ചിട്ടും ദിലുവും പാത്തു അവനെ ചെവിതല കേൾപ്പിക്കുന്നില്ല. നാളെ മീര വന്നിട്ട് ചെയ്യാനുള്ള എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് രണ്ടും. ഇടയ്ക്കിടെ യാതൊരു ആവശ്യമില്ലായിട്ടും അങ്ങനെ ചെയ്യാമല്ലേ ഇങ്ങനെ ചെയ്യാമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋഷിനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഒട്ടും താല്പര്യമില്ലായെങ്കിലും അവരുടെ ശല്യം സഹിക്കാൻ വയ്യുന്ന പോലെ അവനതിനെല്ലാം തലയാട്ടി സമ്മതിച്ച് കൊടുക്കുന്നുമുണ്ട്. മറിയാമ്മച്ചിയും ത്രേസ്യയും മീരയെക്കുറിച്ചാണ് പറയുന്നത്. ഡെയ്സി നിശബ്ദമായി പുറത്തിരുട്ടിലേക്ക് നോക്കിയിരിപ്പാണ്. ക്രിസ്റ്റിയുടെ മനസ്സിലും മീര തന്നെയായിരുന്നു. അവളെയും ശാരിയും ആദ്യമായി കണ്ടതു മുതൽ അവിടം വരെ അതിജീവിച്ച് കയറാൻ ആ അമ്മയ്ക്കും മകൾക്കും ഒപ്പം പൊരുതിയ ഓരോ നിമിഷവും അവനുള്ളിലൂടെ മിന്നി മായുന്നുണ്ടായിരുന്നു. ശാരിയാൻ്റെ കൂടി വേണമായിരുന്നു. ആ നിമിഷം അവനും അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ എൻ കണ്ണേ കാതലേ എന്ന മാധുരി എഴുതുന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്.